ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ തന്നെയാണ്. ശബരിമലയിൽ 2012 ദേവപ്രശ്നം നടത്തിയത് അനധികൃതമായി. ഒറ്റരാശി താമ്പൂല ദേവപ്രശ്നം നടത്താൻ ദേവസ്വം ബോർഡിന്റെയോ കമ്മീഷണറുടെയോ ഉത്തരവ് വേണമെന്നിരിക്കെ അനധികൃതമായി ഇത് നടത്തുകയായിരുന്നു. ദേവപ്രശ്നത്തിന് പിന്നിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജനും ഇരുവർക്കുമെതിരെ അന്വേഷണം നടത്തി ശുപാർശ ചെയ്ത വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പും ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങൾ ജിജീഷ് കരുണാകരനാണ് നൽകുന്നത്. ജിജീഷ്, ഈ ധ്വജസ്തംഭം കൊടിമരം ഉൾപ്പെടെ പുനർനിർമ്മിക്കുന്നതിലും ഒക്കെ വലിയ തോതിലുള്ള ദുരൂഹതയുണ്ട്. അതിൽ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ദുരൂഹതകൾ ഏറുകയാണ്. ഇത് ദേവസ്വം ബോർഡ് പോലും അറിയാതെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയ ദേവപ്രശ്നം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും ശബരിമലയിൽ എല്ലാം തോന്നുംപടി കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ചിലത് ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നുന്നപടി ചെയ്യുന്നു. ഭരണസമിതി അവരുടേതായ രീതിയിൽ ആചാരങ്ങൾ എങ്ങനെ പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് പോലും നോക്കാതെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പാലിച്ചു പോരുന്ന ആചാരങ്ങളെ പോലും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഈ ഉദ്യോഗസ്ഥർ എന്നത് തന്നെയാണ്, ഉദ്യോഗസ്ഥരാണെങ്കിലും എൻ്റെ ബന്ധപ്പെട്ട ഭരണകർത്താക്കളാണ് എന്നത് എല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ വിവരങ്ങൾ. അതിൽ വ്യക്തമാകുന്നത് ഒറ്റരാശി താമ്പൂല പ്രശ്നം പൂർണ്ണമായും നടത്തിയത് അനധികൃതമായാണ്. 2 ഉദ്യോഗസ്ഥരാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത്. അവർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു നടപടി ആവർത്തിച്ചു വരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ളത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സതീഷ് കുമാറാണ്, മറ്റൊരാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രാജനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി ഇരുവർക്കുമെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന ഒരു റിപ്പോർട്ട്, വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തുകയായിരുന്നു, അല്ലെങ്കിൽ ആ വിജിലൻസ് റിപ്പോർട്ടിൽ യാതൊരു നടപടിയും എടുത്തില്ല. ജനം ടിവി പുറത്തുവിടുന്നത് ഈ ഒരു വിജിലൻസ് റിപ്പോർട്ടാണ്. അന്ന് നടപടി ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് നടപടിക്ക് തയ്യാറായില്ല? ആരെ സംരക്ഷിക്കാനായിരുന്നു? അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നതുകൊണ്ടാണോ നടപടിയിലേക്ക് കടക്കാതിരുന്നത് എന്നത് തന്നെയാണ് സംശയകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ സാധാരണ നിലയിൽ അത് ക്ഷേത്രങ്ങളിൽ കർശനമായും തന്നെ പാലിക്കേണ്ടതാണ്. അതിന് വീഴ്ച വരുത്തരുത്. അത് ഉദ്യോഗസ്ഥർ തന്നെയാണ് മുൻകൈയെടുത്ത് അത്തരം കാര്യങ്ങൾ, ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ അത്തരം നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാറി വരുന്ന ദേവസ്വം ബോർഡുകളാണെങ്കിലും ഈ ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാം തന്നെ അവർ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. അത് ദേവഹിതം അവർക്കൊരു പ്രശ്നമല്ല. ആചാര അനുഷ്ഠാനങ്ങൾ, തുടർന്നു വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. എങ്ങനെയും കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. ആരുടെയും അനുമതി ഇല്ലാതെയാണ് 2012 ഏപ്രിലിൽ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തിയത് എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സതീഷ് കുമാർ, ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രാജൻ, അവർ രണ്ടുപേരും തീരുമാനിച്ച്, അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും മുൻകൈയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇത് തെറ്റായ കീഴ്വഴക്കമാണ് എന്നും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നതായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. എന്നാൽ അത് നടപ്പിലായില്ല. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭഗവാന്റെ ശ്രീകോവിലിന് തൊട്ടടുത്തായിരുന്നു ഈ ഒരു പ്രശ്നം നടത്തിയത്, താമ്പൂല പ്രശ്നം നടത്തിയത് എന്നാണ്. അങ്ങനെ ഹിതമില്ലാത്ത കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ അവർ ആവർത്തിച്ചിരിക്കുന്നു. ആരുടെയും അനുമതിയില്ലാതെ സ്വന്തം താല്പര്യപ്രകാരം ഇത്തരത്തിൽ താമ്പൂല പ്രശ്നമടക്കം നടക്കുന്നു. അത്തരം ആളുകൾക്കെതിരെ നടപടി വേണമെന്ന ശുപാർശകൾ ഉണ്ടാകുമ്പോൾ പോലും ആ ശുപാർശകൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതെല്ലാം തന്നെ വലിയ സംശയകരമായ സാഹചര്യങ്ങൾ തന്നെയാണ്. കാരണം ശബരിമലയെ നമുക്കറിയാം അനുദിനം സ്വർണ്ണ കവർച്ചയുടെയും മറ്റു ക്രമക്കേടുകളുടെയും എല്ലാം കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന അതേ ആളുകൾ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുമെന്ന് വളരെ വ്യക്തവുമാണ്.